ഫ്രണ്ട്സ് കാലിക്കറ്റ് വരാനിരിക്കുന്നു. അതായത് ലുലു മാൾ നമുക്കറിയാം കാലിക്കറ്റ് ഏകദേശം മാങ്കാവിലായിട്ട് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്കുള്ള സ്റ്റാഫുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലുലു മാളിലേക്ക് എത്രത്തോളം സ്റ്റാഫിന് വേണ്ടി വരും എന്നൊക്കെ നമുക്കറിയാലോ. ഒരുപാട് വലിയ മാളുകളാണ് ഉണ്ടാകുക. അപ്പോൾ അതിൽ ഒരുപാട് വേക്കൻസികളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കുള്ള വാക്ക് ഇൻ സെലക്ഷനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, അതിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം വിശദമാക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ നോട്ടീസ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇത് റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾക്ക് കാണാം സൂപ്പർവൈസർ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 25 to 35 കണക്കാക്കുന്നത്. അപ്പോൾ ഓരോരോ വിവിധ കാറ്റഗറി, അതുപോലെ സെയിൽസ്മാൻ വിളിച്ചിട്ടുണ്ട്, സെയിൽസ് വുമൺ വിളിച്ചിട്ടുണ്ട്. ഏജ് 20 to 25. ഇതിലേക്ക് സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാം. ഇനി +2 നിങ്ങൾ SLC പാസ്സായവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫ്രഷറിന് അപ്ലൈ ചെയ്യാം കേട്ടോ. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷറിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ സൂപ്പർവൈസറൊക്കെ ആണെങ്കിൽ ഒരു 1 to 3 year റിലവൻ്റ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലയിലേക്കാണ് ആവശ്യമെന്നുള്ള കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാഷ് സൂപ്പർവൈസർ, നിങ്ങൾക്കാണ് ചിൽഡ് ആൻഡ് ഡയറി, ഗ്രോസറി ഫുഡ്, ഗ്രോസറി നോൺ ഫുഡ്, അങ്ങനെ അതിന് ഓരോരോ മേഖലയിലേക്കാണ് സൂപ്പർവൈസറായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 21 to 25. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ. ഫ്രഷേഴ്സിന് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 1 to 3 year എക്സ്പീരിയൻസ് ഈ മേഖലയുമായി ബന്ധം. എന്നാലും നിങ്ങൾക്ക് സെയിൽസ്മാൻ സെയിൽസ് വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് 10th class മതി. ഫ്രഷറിനും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത ക്യാഷ്യർ വേറെ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏജ് 20 to 30 ഏജ് കണക്കാക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് BCom ഫ്രഷർ ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി BCom കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഫ്രഷറിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് BCom ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഏജ് ഇവിടെ പറഞ്ഞു 20 to 30. ഇതിനടുത്ത് വിളിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി സൂപ്പർവൈസർ, അതുപോലെ ഓഫീസ് ഓർ ഗാർഡാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാക്ക് ഇൻ സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മളൊരു റെസ്യൂമൊക്കെ നമ്മൾ അപ്ഡേറ്റ് റെസ്യൂമൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ റെസ്യൂം ഉണ്ടാക്കുന്ന വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അടിപൊളി റെസ്യൂം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആയിട്ട് നിങ്ങൾ പോവാം. അപ്പോൾ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓർ ഓഫീസർ ഓർ ഗാർഡാണ് പിന്നെ വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1 to 7 year റിലവൻ്റ് എക്സ്പീരിയൻസ് വേണം. മിനിമം ഒരു 1 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് സെക്യൂരിറ്റി ആയിട്ടൊക്കെ നമ്മൾ നിന്നിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് മിനിമം 1 year ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒന്നും സാലറി ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ഷെഫൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഈ ഷെഫിലേക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ പ്രത്യേകമായിട്ട് ഈ ചൈനീസ് അഥവാ അറബിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സൗത്ത്, നോർത്ത് ഇന്ത്യൻ ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന റിലവൻ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈ പറയുന്നത് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഏതൊക്കെ മേഖലയാണെന്നുള്ളത് കേട്ടോ. സാൻഡ്വിച്ച് മേക്കർ, പിസ്സ, ഓക്കെ, ജ്യൂസ് മേക്കർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിരിയാണി സ്പെഷ്യലിസ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇവിടെ മെയിൻ്റെനൻസ് സൂപ്പർവൈസറാണ് അടുത്തത്. ഓക്കെ. ഇതിലേക്ക് BTech ഒരു ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 4+ year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം കേട്ടോ. മിനിമം 4 വർഷം എക്സ്പീരിയൻസ് വേണം. ഓക്കെ. അതുപോലെ ഈ പറയുന്ന MEPയിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ. MEPയിലുള്ള നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BHM ഓർ 8+ year എക്സ്പീരിയൻസ് റിലവൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്ത നിങ്ങൾക്ക് BLSH ഇൻചാർജ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി മതി. പക്ഷേ ഒരു 2 to 5 year എക്സ്പീരിയൻസ് നമുക്ക് ഈ പറയുന്ന കോസ്മെറ്റിക്സിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിനടുത്ത പോസ്റ്റ് വെച്ചാൽ സൂസ് ഷെഫാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പറയുക, സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് എ കിച്ചൺ എന്നാണ് പറയുക. അതായത് മെയിൻ ഷെഫ് ഇല്ലാത്ത സമയത്ത് കൺട്രോൾ ചെയ്യുന്ന ആളാണ് കേട്ടോ. അവർക്ക് ഈ പറഞ്ഞ BHM ഓർ 4 to 5 year എക്സ്പീരിയൻസ് വേണം. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. എനി ഡിഗ്രി ഓർ റിലവൻ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ അതുപോലെ തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്തത് വെയർ ഹൗസ് സ്റ്റോർ കീപ്പറാണ്. ഏജ് 25 to 35 ഇവിടെ കണക്കാക്കുന്നത്. ബാക്കിയുള്ളതൊന്നും ഏജ് പറയുന്നില്ല. ഏജ് പറയാത്തതൊന്നും എന്താണ് അത്ര ഏജ് ലിമിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏജ് പറയുന്നത് നിങ്ങൾ ആ ഏജ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആ ഏജിലുള്ളവർ അതിലേക്ക് നിങ്ങൾ വാക്ക് ഇൻ സെലക്ഷന് പോകാം കേട്ടോ. അപ്പോൾ വെയർ ഹൗസ് സ്റ്റോർ കീപ്പറിലേക്ക് ഏജ് 25 to 35. ഇവിടെ നിങ്ങൾക്ക് എനി ഡിഗ്രി വിത്ത് റെലവൻ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോർ കീപ്പറുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത നിങ്ങൾക്ക് ബുച്ചറാണ്. ഇതിൽ നിങ്ങൾക്ക് റിലവൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അടുത്തത്
ടൈലർ വിളിച്ചിട്ടുണ്ട്. ജെൻസ് ഓർ ലേഡീസ് ആണ്. നിങ്ങൾക്ക് ടൈലറുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും പ്രശ്നമില്ല. ജെൻസ് ഓർ ലേഡീസുമായി ബന്ധപ്പെട്ട ടൈലറിങ് അറിയുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്തത് ഹെൽപ്പർ ഓർ പാക്കറാണ്. ഇതിലേക്ക് ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ. ഇതിലേക്ക് നമുക്ക് യാതൊരുവിധ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഫ്രഷർ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ഹെൽപ്പർ ഓർ പാക്കറാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് വിളിച്ചിരിക്കുന്നത് HVAC ടെക്നീഷ്യൻ ആണ്. ഇതിൽ മൾട്ടി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഡിപ്ലോമ വിത്ത് റെലവൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന HVAC എന്ന് പറയുന്നത് ശരിക്കും ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമ, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഇതിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡേറ്റ്, ഇമ്പോർട്ടൻ്റ് ഡേറ്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 2/5/2024 ആൻഡ് 3/5 ഈ 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2/5 പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 3/5/2024 പോകാം. അതായത് ഈ പറയുന്ന മെയ് 2 നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെയ് 3 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യ ദിവസം തന്നെ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് പിന്നീട് എന്തെങ്കിലും പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 3 പോയാൽ മതി. ദെൻ 9 AM to 4 PM വരെയാണ് ടൈം പറയുന്നത്. ഇതിൻ്റെ വെന്യൂ ഇവിടെ കൊടുത്ത് നിങ്ങൾക്കിവിടെ കാണാം. സുമംഗലി ഓഡിറ്റോറിയം നിങ്ങൾക്കിവിടെ കാണാം. പന്നിയങ്കര നിങ്ങൾക്കിവിടെ കാണാം. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് 633003 കേട്ടോ. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, പ്ലീസ് ക്യാരി യുവർ അപ്ഡേറ്റഡ് റെസ്യൂം ആണ്. അപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം നമ്മൾ ഇപ്പം മുൻപുണ്ടാക്കി വെച്ചതൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15-20 മിനിറ്റൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ടൈം വ്യത്യാസം ഉണ്ടാകും. ജസ്റ്റ് നമ്മൾ ആ ടൈറ്റിൽ അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ഡൗൺലോഡ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് യൂസ് ചെയ്യാം. നല്ല കളറായിട്ട് തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇതിൻ്റെ തീം മാറ്റണമെങ്കിൽ മാറ്റാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ കിഡിലിന് റെസ്യൂം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ഇതിന് താഴെ ലുലുമാളുടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലുലുമാളുടെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഫീയോ കാര്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആരും വഞ്ചിതരാകരുത്. കാരണം ലുലുമാളുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാകാറുള്ളത്. ആരും ഇടനിലക്കാർ നമുക്ക് അത് വാങ്ങിത്തരാം പൈസ തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഈ പേജിൻ്റെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും പാടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.